നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്ര വാരഫലം, അതായത് ഏപ്രിൽ 7 മുതൽ 13 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഈ ആഴ്ചത്തെ രാശിഫലം അനുസരിച്ച് ചില രാശിക്കാർക്ക് സന്തോഷകരമായ വാർത്തകളും നേട്ടങ്ങളും ഉണ്ടാകാം. ചില രാശിക്കാർക്ക് ജോലിഭാരം കാരണം സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചില രാശിക്കാർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റു രാശിക്കാർക്ക് പൊതുവെ നല്ലതും മോശവുമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ ആഴ്ച നല്ല ഫലങ്ങൾ തുണയ്ക്കുന്ന രാശികൾ ഏതെല്ലാം, അനുകൂല ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനും കഴിയും. ഇത് കുടുംബത്തിൽ സന്തോഷം നൽകും. ഏതു കാര്യവും നന്നായി ചെയ്യാനുള്ള കഴിവുണ്ടാകും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും. ഈ സമയം ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണം ചെയ്യും. ഈ ആഴ്ചയിൽ ധനലാഭം ഉണ്ടാകും. എന്നാൽ കൂടുതൽ പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ താളം തെറ്റാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിച്ച് പണം ചിലവഴിക്കുക, അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കടവും രോഗവും വരാതെ ശ്രദ്ധിക്കണം. കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ നിലയിൽ പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷം കണ്ടെത്താൻ അവസരം ലഭിക്കും. ഇടവരാശി. വൃഷഭം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള പണം തിരികെ കിട്ടും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം കിട്ടും. വലിയ ആളുകളുടെ സഹായം കൊണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ നടക്കും. ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പരിചയമുള്ള ആളുകളുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുക. സ്ഥലം സംബന്ധിച്ച തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. പാരമ്പര്യ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ തടസ്സങ്ങൾ മാറും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് വിവാഹം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. പ്രണയം വിവാഹത്തിലേക്ക് എത്തും. പങ്കാളിയുമായി യാത്ര പോകാൻ സാധ്യതയുണ്ട്. മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് തിരക്കുള്ളതായിരിക്കും. ഈ ആഴ്ചയുടെ തുടക്കം മുതൽ തന്നെ കൂടുതൽ ജോലികൾ ഉണ്ടാകും. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ ക്ഷമയോടെ ചെയ്യണം. ഈ ആഴ്ചയിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധ വേണം. ദേഷ്യം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ലക്ഷ്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ നല്ലതായിരിക്കും. ഈ സമയം ബിസിനസ്സിൽ ലാഭമുണ്ടാകും. ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ കോടതിയിൽ കൊണ്ടുപോകാതെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. സ്വത്ത് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നത് മൂലം ദുഃഖം തോന്നാം. ഈ സമയം ഒരു പ്രധാന തീരുമാനവും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ജോലി അന്വേഷിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം ആശ്വാസകരമായിരിക്കും. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയും. മേലധികാരികളുടെ സഹായം ലഭിക്കും. പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. വലിയ പ്രോജക്റ്റിൽ പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നവരുടെ ആഗ്രഹം ഈ ആഴ്ചയിൽ നടക്കും. വലിയ ആളുകളുടെ സഹായത്തിലൂടെ തടസ്സപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ആശ്വാസം നൽകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കും. മേലധികാരികൾ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കും.
കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ മാറ്റം വരും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണും. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഈ ആഗ്രഹം ഈ ആഴ്ച നടക്കും. ഈ ആഴ്ചയുടെ അവസാനത്തിൽ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ ശക്തമാകും. പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് താമസം മാറാനുള്ള ആഗ്രഹം നടക്കും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ മധ്യത്തിൽ ബിസിനസ് സംബന്ധമായ യാത്രകൾ ചെയ്യുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ശത്രുക്കളുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ കഴിയും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും. പണം സ്വരൂപിക്കാൻ കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായ വിദേശയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പ്രണയബന്ധങ്ങൾ സാധാരണ നിലയിൽ പോകും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പങ്കാളിയുടെ സഹായം ലഭിക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകും. ആഴ്ചയുടെ തുടക്കത്തിൽ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് പകരം പരിഹാരം കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും മാറിയേക്കാം. ആഗ്രഹിച്ച വിജയം നേടാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എതിരാളികളിൽ നിന്നും വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പങ്കാളിക്ക് വിഷമഘട്ടങ്ങളിൽ താങ്ങും തണലുമായും ഉണ്ടാവുക. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകും. ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു പ്രത്യേക കാര്യം പൂർത്തിയാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്ന വഴി ഈ പ്രശ്നം പരിഹരിക്കാനാകും. ഈ ആഴ്ചയിൽ പണം സൂക്ഷിച്ച് ചിലവാക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ചയുടെ മധ്യത്തിൽ കോടതി സംബന്ധമായ കാര്യങ്ങൾ ധാരാളം ഓടി നടക്കേണ്ടി വരും. ഈ സമയം വലിയ ആളുകളുമായി പരിചയമുണ്ടാകുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ജോലിസ്ഥലത്ത് കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്നത് ഗുണം ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാത്രം ചെയ്യുക. പ്രണയബന്ധങ്ങളിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ബുദ്ധിമുട്ടുകൾ കുറയും. സുഹൃത്തുക്കളുടെ സഹായത്തിലൂടെ കുറേ നാളായി തടസ്സപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും. കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഈ ആഴ്ചയുടെ മധ്യത്തിൽ ബിസിനസ് സംബന്ധമായ യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. യാത്രകൾ സന്തോഷം നൽകുന്നത് ബന്ധങ്ങൾക്ക് ഗുണകരമാകും. വീട് മോടിപിടിപ്പിക്കുന്നതിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തിലൂടെ എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയും. പ്രണയം പൂവണിയാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മകരരാശി. മകരരാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ചയുടെ തുടക്കം നല്ലതായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായത്തിലൂടെ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മേലധികാരികളുടെ അനുഗ്രഹവും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കും. ബിസിനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് നിക്ഷേപം നടത്തിയ പണത്തിൽ നിന്നും ലാഭം കിട്ടും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ഈ ആഴ്ചയുടെ അവസാനത്തിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ സംശയങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. കുംഭരാശി.
കുംഭരാശിക്കാർ ഈ ആഴ്ചയിൽ മടിയും അഹങ്കാരവും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഏതൊരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതുകൊണ്ട് എല്ലാ ജോലികളും കൃത്യസമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ചെയ്യുന്നവർ അവരുടെ കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യവും ബന്ധങ്ങളും ശ്രദ്ധിക്കുക. കുടുംബത്തിലെ മുതിർന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. മീനരാശിക്കാർക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സമയവും ഊർജവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ മധ്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും. വരുമാനം കൂടുന്നതിന് അനുസരിച്ച് ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണം. ഈ ആഴ്ചയുടെ അവസാനത്തിൽ കുടുംബത്തോടൊപ്പം സന്തോഷം കണ്ടെത്താൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ആരോഗ്യപരമായി ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കും. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.